വനിതാ സീനിയർ T20 ടൂർണമെന്റിൽ ഹരിയാനയ്ക്കായി കളിക്കുമ്പോഴാണ് ഇന്ത്യ ഷഫാലിയെ ലോകകപ്പ് ടീമിലേക്ക് വിളിക്കുന്നത്. ബംഗ്ലാദേശിനെതിരായ അവസാന ലീഗ് മത്സരത്തിൽ പ്രതിക റാവൽ പരിക്കേറ്റു പുറത്തായത് ഷഫാലിക്ക് വീണ്ടും ഏകദിന ടീമിൽ ഇടം നൽകി. അതുവരെ റിസർവ് ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല. നേരെ വന്ന് കളിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനൽ പോരാട്ടം. നേടിയത് വെറും 10 റൺസ്. പിന്നീട് കളിക്കുന്നത് ഫൈനൽ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലെടുത്തതിന്, നിർണായക സെമി കളിപ്പിച്ചതിന്, ആ സെമിയിൽ മങ്ങിയതിന് ഷഫാലിയോളം പഴികേട്ടു ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരുപക്ഷെ തന്റെ അവസാന ഏകദിനത്തിനാണ് ഷഫാലി ഇറങ്ങിയത്. പരാജയപ്പെട്ടാൽ ഏറെക്കാലം ടീമിൽ ഇനി ഇടം കിട്ടാൻ സാധ്യതയില്ല. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച ഷഫാലി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. എവിടെ നിന്നോ ഒരു ഊർജം കൈമുതലാക്കി ഇന്ത്യയുടെ സ്കോറിംഗ് ചുമതല ഏറ്റെടുത്തു. 50യും കടന്ന് 78 പന്തിൽ 87 റൺസ്. അതായിരുന്നു മറുപടി. പുരുഷ ക്രിക്കറ്റ് ആയാലും വനിതാ ക്രിക്കറ്റ് ആയാലും ലോകകപ്പ് ഫൈനലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ വ്യക്തിഗത സ്കോർ. 2011 ലോകകപ്പ് ഫൈനലിൽ ഗംഭീറിന്റെയും ധോണിയുടെയും പ്രകടനത്തിനൊപ്പം വെക്കാവുന്ന ഫൈനൽ ഇന്നിംഗ്സ്. ലോകകപ്പ് ഫൈനലിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം. നേട്ടങ്ങൾ ഒരുപാടുണ്ട് ഈ 21-കാരിക്ക് പറയാൻ.